കേരളത്തിൽ ആദ്യമായി ഒരു ഗവർണർ ഇത്തരത്തിൽ നിലവിളിച്ചുകൊണ്ട് നടുറോഡിൽ കുത്തിയിരിക്കുകയാണ്. ഈ ഗവർണറിന് ഹാലിളകി അല്ലെങ്കിൽ ഗവർണറുടെ മനോനില തെറ്റി എന്നാണ് മന്ത്രി കൂടിയായ വി ശിവൻകുട്ടി പറയുന്നത്. എങ്ങനെ മനോനില തെറ്റാതിരിക്കുമെന്നാണ് ഇവിടുത്തെ സാധാരണക്കാർ ചോദിക്കുന്നത്. ഇതാണ് ഭരണമെങ്കിൽ പിന്നെ എങ്ങനെയാണ് സമനില തെറ്റാതിരിക്കുക എന്ന് ആവർത്തിച്ച് ചോദിക്കുന്നു. നിലമേലിൽ നടന്നത് ഒരു ചരിത്രമാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണർ കുറിച്ച ചരിത്രം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എവിടെയൊക്കെ ആഞ്ഞടിക്കാൻ പറ്റുമോ അവിടെയൊക്കെ സർക്കാരിനെയും പിണറായി വിജയനെയും ആഞ്ഞടിച്ചടിച്ചടിച്ച് തന്റെ പ്രതിഷേധം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. നിലമേലിൽ 1 മണിക്കൂറോളം നീണ്ട പ്രതിഷേധം അതങ്ങനെ അവസാനിപ്പിച്ച ശുഭിതനായി തന്നെയാണ് ഗവർണർ ആ കാറിൽ കയറിപ്പോയത്. കാറിൽ കയറുമ്പോൾ ഗവർണർ ആവർത്തിച്ചു പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ കൂലിത്തല്ലുകാരായി മാറിയിരിക്കുന്നു SFI എന്നത്. പ്രതിഷേധമോ അല്ലെങ്കിൽ വിരോധമോ പോലീസുകാരോടല്ല, ഇവരെയൊക്കെ പറഞ്ഞുവിട്ട മുഖ്യമന്ത്രി പിണറായി വിജയനോട് തന്നെയാണ്. പിണറായി തന്നെയാണ് ഇതിന് പിന്നിലുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായം പിണറായി വിജയനോട് ചോദിച്ചപ്പോൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം എല്ലാം ഒരൊറ്റ ചിരിയിലങ്ങ് ഒതുക്കിയിരുന്നു. ചിരി നമുക്ക് എങ്ങനെ വേണമെങ്കിലും കാണാം. കിട്ടട്ടെ, അയാൾക്ക് 2 കിട്ടട്ടെ എന്നും കാണാം. അതെ, എല്ലാത്തിനും ഞാൻ തന്നെ കാരണമെന്ന് കാണാം. അല്ല, ഇതൊക്കെ ഒരു ഷോയാണ് എന്ന് പറയുന്നതായും കാണാം. അങ്ങനെ എന്ത് വേണോ വ്യാഖ്യാനിക്കാം. എന്തായാലും ഒരു ചിരിയിൽ ഒതുക്കിയിരിക്കുകയാണ്. വി ശിവൻകുട്ടി ഒന്നുകൂടെ കടന്നാക്രമിച്ച് ഇതൊക്കെ ഗവർണറിന്റെ ഷോയാണ്, 4ാം ക്ലാസ് ഷോയാണ് എന്ന് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. ആരിഫ് മുഹമ്മദ് ഖാനെ അന്വയിപ്പിക്കാൻ പോലീസ് മേധാവി അടക്കമുള്ളവർ ശ്രമിച്ചുവെങ്കിലും ഈ ശ്രമം പാളുകയായിരുന്നു. ഫോണിൽ ഗവർണറോട് സംസാരിച്ച DGP ഷേഖ് ദർവേഷ് സാഹിബിനോട് ഗവർണർ ക്ഷുഭിതമായാണ് പ്രതികരിച്ചത്. കേരളത്തിലെ റോഡുകളെ ഗുണ്ടകൾ നിയന്ത്രിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മുഖ്യമന്ത്രി കടന്നുപോകുന്ന സ്ഥലത്ത് പ്രതിഷേധക്കാരെ ഇങ്ങനെ നിൽക്കാൻ കഴിയുമോ എന്നും ചോദിച്ചു. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ആരെന്തു പറഞ്ഞാലും ഞാൻ ഇവിടെ തന്നെ തുടരുമെന്നാണ് DGPയോട് ഗവർണർ ക്ഷുഭിതനായി പറഞ്ഞത്. അതിനുശേഷം അദ്ദേഹം ഒരു 15 മിനിറ്റോളം തന്നെ ആ റോഡിൽ അതേ രീതിയിൽ തന്നെ കുത്തിയിരിക്കുകയും പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. പിന്നീടാണ് അദ്ദേഹത്തിന്റെ കാറിലേക്ക് കയറിപ്പോയത്. അതിനിടെ നിലമേലിലെ പ്രതിഷേധക്കാർക്കെതിരെ കേസെടുത്തതിന്റെ FIR വായിച്ചു കേൾക്കണമെന്ന് ഗവർണർ ആവശ്യപ്പെടുകയും ചെയ്തു. അതേ രീതിയിൽ വായിച്ചു കേൾപ്പിക്കുകയും ചെയ്തിരുന്നു. പ്രതിഷേധക്കാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുത്തുവെന്നാണ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. ഗവർണറുടെ സമ്മർദ്ദം ഫലിക്കുകയും ചെയ്തു.